കനേഡിയൻ പ്രവിശ്യയായ ആൽബർട്ടയിലെ വിമതരുമായി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തി. ആൽബർട്ട പ്രോസ്പെരിറ്റി പ്രോജക്ട് എന്ന വിമതരാണ് കൂടിക്കാഴ്ച നടത്തിയത്. കാനഡയിൽ നിന്നും വേർപിരിയാനുള്ള ഹിതപരിശോധന നടത്താൻ സാമ്പത്തിക സഹായം തേടിയായിരുന്നു കൂടിക്കാഴ്ച. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതായി സ്ഥിരീകരിച്ച് US ഭരണകൂടവും രംഗത്തെത്തി. മോചനം നേടുന്ന ആൽബർട്ടയുമായി സഹകരിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഒരു നിർണായക കൂടിക്കാഴ്ചയായി തന്നെ ഇതിനെ കണക്കാക്കാം. കാനഡ എങ്ങനെയാണ് ഈ കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നത്? ഒപ്പം ഈ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത്? അശ്വതി, പല വിഷയങ്ങളും ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ പശ്ചാത്തലമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആൽബർട്ടയുടെ തന്നെ മോചനം, അല്ലെങ്കിൽ ആൽബർട്ട കാനഡയിൽ നിന്നും മോചിതമാകണം എന്നാവശ്യപ്പെടുന്ന ആൽബർട്ട പ്രോസ്പെരിറ്റി പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു വിമത സംഘടനയുടെ നീക്കമാണ് ഈ ആൽബർട്ടയുടെ മോചനത്തിന് വേണ്ടി നിലപാടെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സംവിധാനം കാര്യമായി കാലങ്ങളായി അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മോചനം, അതായത് കാനഡയിൽ നിന്നും വിട്ടുപോരുന്നതിനെ അവിടെയുള്ള ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിനുള്ളൊരു ഹിതപരിശോധന നടത്തുന്നതിനും അത്തരത്തിലൊരു ഹിതപരിശോധന നടക്കുകയാണ് ണെങ്കിൽ അതിന് സാമ്പത്തികമായ ഹിതപരിശോധന വലിയൊരു പ്രോസസ്സാണ്. വലിയ തോതിൽ സാമ്പത്തിക ചെലവുള്ള പ്രചരണ പരിപാടികളൊക്കെ നടത്തേണ്ടി വരും. അതിന് സാമ്പത്തിക സഹായം കൂടി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ആൽബർട്ട പ്രോസ്പെരിറ്റി പ്രോജക്റ്റ് എന്ന് പറയുന്ന ആ വിഘടന അല്ലെങ്കിൽ വിമത സംഘടനയുടെ അംഗങ്ങൾ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിൽ കൂടിക്കാഴ്ച നടന്നുവെന്ന് പല സ്ഥിരീകരണങ്ങളും വരികയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ എന്നാൽ ഒരു സാമ്പത്തിക ഇടപാട് ഇവരുമായി നടത്താനുള്ളൊരു തീരുമാനമുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു മറുപടി ഇതുവരെ ട്രഷറി വിഭാഗം നൽകിയിട്ടില്ല. എങ്കിൽ കൂടി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയുന്നത് വളരെ കൃത്യമായി നേരത്തെ തന്നെ സൂചിപ്പിച്ചത്, ഇങ്ങനെ ഏതെങ്കിലും സാഹചര്യവശാൽ ആൽബർട്ടയുടെ വിമോചനം സാധ്യമാകുകയാണെങ്കിൽ അവർ സ്വാഭാവിക സുഹൃത്തുക്കളാകും, അല്ലെങ്കിൽ സ്വാഭാവിക പങ്കാളികളാകും എന്നൊരു നിലപാട് നേരത്തെ തന്നെ 2 ദിവസം മുമ്പ് തന്നെ സ്കോട്ട് ബെസന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുന്നു. ആ നടന്നിരിക്കുന്ന നീക്കങ്ങൾ കാനഡയുടെ ഒരു പ്രവിശ്യയെ കൃത്യമായി അമേരിക്കയോടൊപ്പം, അല്ലെങ്കിൽ അവിടെ നിന്ന് മോചിപ്പിച്ച അമേരിക്കയുടെ കൂടെ നിർത്താനുള്ളൊരു നീക്കമാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ചൈനയുമായി കൂടുതൽ അടുക്കാനുള്ളൊരു നീക്കം കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ കാനഡ അത് സംബന്ധിച്ച് വിശദീകരണങ്ങളെല്ലാം തന്നെ നൽകുന്നുണ്ട്. മെക്സിക്കോയും കാനഡയും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സ്വതന്ത്ര വ്യാപാര കരാറുണ്ട്. ആ സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് പിന്മാറാതെ ഇത്തരത്തിൽ നീക്കങ്ങൾ നടക്കാൻ സാധിക്കില്ല എന്ന ഒരു കരാർ നിലനിൽക്കെ അത്തരം ആശങ്കകൾക്ക് വകയില്ല എന്നൊക്കെ മാർക്ക് കാർണി പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ചൈനയുമായി കൂടുതൽ അടുക്കാനും അതുപോലെ തന്നെ അധിക താരിഫ് ചുമത്തിയ രാജ്യങ്ങളുടെ ഒരു കൺസോർഷ്യം പോലെ പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് പൊതുവെ ലോകക്രമം മാറുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കാനഡയെ തന്നെ വിഘടിപ്പിക്കാനുള്ളൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെല്ലാം തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്. കാനഡ അമേരിക്കയുടെ 51ാമത് സ്റ്റേറ്റ് ആകണമെന്നൊരു നിലപാടൊക്കെ അറിയിച്ചിരുന്നു. അതായത് അമേരിക്കയോടൊപ്പം കാനഡ തന്നെ ചേരണമെന്ന ഒരു നിലപാടായിരുന്നു അത്. അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്ന ഈ കാനഡ പ്രോസ്പെരിറ്റി പ്രോജക്റ്റ്, ആൽബർട്ട പ്രോസ്പെരിറ്റി പ്രോജക്റ്റ് എന്ന് പറയുന്ന കാനഡയിലെ ഈ ആൽബർട്ടയിലെ ഈ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പ്രവിശ്യയുടെ ഒരു വിഭാഗത്തെ കൃത്യമായും കൂടെ നിർത്താനുള്ള നീക്കവും അവർക്ക് ധനസഹായം നൽകാനുള്ളൊരു നീക്കവും ട്രംപ് നേരിട്ട് നടത്തിയിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. പക്ഷേ അത് ഏത് രീതിയിലാണ് ധനസഹായം നൽകുക, ധനസഹായം എപ്പോൾ ലഭ്യമാകുമെന്ന് സംബന്ധിച്ചൊന്നും വിശദീകരണങ്ങൾ ലഭ്യമായിട്ടില്ല. എങ്കിലും ആൽബർട്ടയുടെ മോചനത്തിനായ ഒരു നീക്കം അവിടെ നടക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ പിന്തുണയ്ക്കാനുള്ളൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രസിഡന്റ് തന്നെ അത്തരത്തിലുള്ള വിമതരെ നേരിട്ട് കണ്ട് ചർച്ചകൾ നടത്തിയിരിക്കുന്നു എന്ന ഏറ്റവും നിർണായകവും ഏറ്റവും ഗൗരവമർഹിക്കുന്നതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായും ഐസൻ, അത് തന്നെയാണ്, ഗൗരവകരമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് അമേരിക്ക തങ്ങളുടെ 51ാമത് സ്റ്റേറ്റായി, സംസ്ഥാനമായി കാനഡയെ ചേരണമെന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ കാനഡയിൽ നിന്നും വേർപിരിഞ്ഞ അതിനുള്ള സഹായം നൽകണമെന്ന ഈ ആൽബർട്ടോ അവിടെ അഭ്യർത്ഥിക്കുന്നത്. ഐസനാണ് ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.